ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ വിഷ്ണു നസീറിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചന്ദ്രബോസിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കണേ. ചന്ദ്രബോസ് വയ്ക്കും, എന്തോ നാടാ ഇത്? അപ്പൊ വിഷ്ണു പറയും, ഞാനൊരു കേസ് തന്നില്ലായിരുന്നോ? എന്റെ അച്ഛനെയും അമ്മയും ഉപദ്രവിച്ച് 10 ലക്ഷം രൂപ കൊണ്ടുപോയതിന് അതിലെ പ്രതി ഇവനാണ്. അതിന് പിന്നിലെ ഇവന്റെ കൈകളാണ്. മാത്രമല്ല ഇവന്റെ മാമയുടെ തല തല്ലി പൊളിച്ചിട്ട് ആ മനുഷ്യനിപ്പോ മരണം കാത്ത് ഹോസ്പിറ്റലിലാ. ഈ 2 കാര്യങ്ങളും ചെയ്തത് ഇവൻ ഒറ്റൊരുത്തനാണെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോ നസീർ ഞെട്ടിപ്പോകുന്നുണ്ടോന്ന് പേടിക്കുന്നുണ്ട്. ബോസ് പറയും, നിർത്തടാ, നിനക്ക് മാത്രം വ്യക്തമായിട്ട് അറിഞ്ഞാൽ മതിയോ? ഇവിടെയുള്ള പോലീസുകാർക്കും വ്യക്തമായി മനസ്സിലാവണ്ടേ? അല്ലാന്ന് ചോദിച്ചോട്ടെ, നീ എപ്പോഴാ ഈ പോലീസിന്റെ പണി ഏറ്റെടുത്തത്? അല്ലടാ, പരാതി നീ തന്നെ തരികയും നീ തന്നെ പ്രതികളെ പിടിച്ചോണ്ട് വരികയും ചെയ്തു കഴിഞ്ഞാ പിന്നെ ഞങ്ങൾ എന്തിനാ ഇവിടെ പോലീസ് സ്റ്റേഷൻ തുറന്നു വെച്ചിരിക്കുന്നത്? നീ യൂണിഫോം ഇട്ട് ചെയ്യടായി പണി. നീ എന്താ ആള് കളിക്കാണോ? വിഷ്ണു പറയും, ആള് കളിക്കല്ല, നല്ലോണായിട്ട് കാണിച്ചതാ, അല്ലാതെ ഇവരെയും കൂട്ടി ഇങ്ങോട്ട് വരില്ലല്ലോ. അപ്പോ ചന്ദ്രബോസ് നസീറിന്റെ വയ്ക്കും, ഇവനീ പറയുന്നതിൽ വല്ല സത്യം ഉണ്ടോടാ? നസീർ പറയും, സാറേ, ഇവന്റെ മാമാന്റെ വാടക വീട്ടില് താമസിക്കുന്നവനാ. ഇവന് ഞങ്ങളെ കാണുമ്പോ ഏതോ ചേമ്പും തണ്ട് കടിച്ചതുപോലുള്ള ചൊറിച്ചിലാണ്. ഒരു കാര്യമില്ലാതെ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ഞങ്ങളെ ബലമായി ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്. ഞാൻ ചെയ്ത് തെറ്റെന്താ? ആ വാടക വീട് ഒഴിയാൻ പറഞ്ഞു. അതിന് ഇങ്ങനെയൊക്കെ ചെയ്താ എന്ത് ചെയ്യാനാ? സാറേ, നൂർജഹാൻ ട്രാൻസ്പോർട്ടിംഗ് കമ്പനീന്റെ ഉടമ സുബൈർ എന്റെ മാമയാണ്. ആ മാമയുടെ തല ഞാൻ തല്ലി പൊളിച്ചിട്ടിരിക്കുകയെന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാർ. എന്റെ സാറേ, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് എപ്പോഴും കേസാവേണ്ടതാ. ഞാൻ അങ്ങനെ ചെയ്യോ? ഇങ്ങനെ സംസാരിക്കുമ്പോ ബോസ് വയ്ക്കും, സുബൈർ നിന്റെ മാമയാവുമ്പോ അബൂബക്കർ നിന്റെ ബാപ്പയാണോ? നസീർ പറയും, അതെ, നസീർ അബൂബക്കർ. അങ്ങനെ വരട്ടെ. വാപ്പയും ഞാനും നല്ല സുഹൃത്തുക്കളാ. അത് കേൾക്കുമ്പോ നസീറിന് സന്തോഷമായി. കഴിഞ്ഞ തവണ വന്നപ്പോഴും ഞങ്ങളൊന്ന് കണ്ടതാ എന്ന് പറഞ്ഞ് ആ സന്ദർഭങ്ങളെ ബോസ് ഇപ്പൊ ആലോചിക്കണേ. നിന്നെ എനിക്ക് കൊച്ചുനാൾ മുതലേ അറിയാം. നീ ഒരു കുഴപ്പവും ചെയ്യില്ലെന്ന് പറയാം. ഇത് കേൾക്കുമ്പോ വിഷ്ണുവിന് ദേഷ്യം വരുന്നുണ്ട്. കാരണം ഇനിയിപ്പോ ബോസ് എന്തായാലും ഇവന്റെ കൂടെ നിൽക്കുന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അങ്ങനെ ബോസ് എഴുന്നേറ്റ് പറയും, കുഴപ്പമുണ്ടാക്കിയത് നീയല്ല, ഇവനാണെന്ന് എനിക്കറിയാം. വിഷ്ണുടേക്കും, നീ ഇവനെ തല്ലിയോ? വിഷ്ണു പറയും, തല്ലി. നീ എന്തിനാ ഇവനെ തല്ലിയത്? അപ്പൊ വിഷ്ണു പറയും, എന്റെ വീട്ടിൽ നിന്ന് പണം കൊണ്ടുപോയത് ഇവന്റെ ആൾക്കാരാണ്. ബോസ് വയ്ക്കും, കൊണ്ടുപോര് പറഞ്ഞോ ഇവന്റെ ആൾക്കാരാണെന്ന്? വിഷ്ണു പറയും, ഇവന്മാരെ പിടിച്ച് അകത്തിട്ട് 2 തല്ല് തല്ലിയാൽ ഇവന്മാരെല്ലാം തത്ത പറയുന്നത് പോലെ പറയും. പണം എടുത്തതും സുബൈർക്കിടെ തല തല്ലി പൊളിച്ചതും ഈ പുന്നാര മോനാണ് എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് വലിക്കുമ്പോ ബോസ് വിടടാ എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ കൈ തട്ടി മാറ്റാണ്. എന്നിട്ട് നീയും അയാളും തമ്മിലുള്ള ബന്ധം എന്താ? ഞാൻ അവരുടെ വാടക വീട്ടിലാ താമസിക്കുന്നത്. ബോസ് പറയും, അല്ലാതെ നീ അയാളുടെ രക്ഷകനൊന്നും അല്ലല്ലോ. ഇങ്ങനൊരു സംഭവം ഉണ്ടായതായിട്ട് അവിടെ നിന്ന് ആരും പരാതി തരാത്തത് കൊണ്ട് ഞങ്ങൾ എങ്ങനെ ഈ നസീറിനെ കേസെടുക്കും? ദേ, ഭാര്യ കളക്ടറാണെന്ന് പറഞ്ഞ് വെറുതെ ഷോ കളക്കല്ലേ നീ? അതോ നീ നിന്റെ പഴയ ഗുണ്ടായുസം തിരിച്ചു കൊണ്ടുവരാണോ? എങ്കിൽ നീ ഒന്ന് കരുതിക്കോ, പഴയ ചന്ദ്രബോസ് അല്ല നിന്റെ മുന്നിൽ ഇപ്പൊ നിൽക്കുന്നത്. ഒന്ന് അറിഞ്ഞു വിളയാടിയാൽ നീ ലോക്കപ്പിൽ കിടന്ന് ചക്രശ്വാസം വലിക്കും. ഈ കാലം തെറ്റിയ കാലത്തെ യൂറിൻ ഇൻഫെക്ഷൻ ആവാതെ നോക്കണം, അല്ലെങ്കിൽ നേരെ ചൊവ്വ പോവാത്ത രീതിയിലാക്കും ഈ ചന്ദ്രബോസ്. ഈ സമൂഹത്തിലെ മാന്യന്മാരെ അവഹേളിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പരാതി കിട്ടിയാലേ അന്ന് തീർക്കും നിന്റെ ഈ ചട്ടമ്പിത്തരം. ഭാര്യ കളക്ടർ എന്നുള്ള കാര്യമൊക്കെ ഈ കേരള പോലീസ് അങ്ങ് മറക്കും. എന്നിട്ട് നസീറിനോട് പറയും, ബുദ്ധിമുട്ടിച്ചതിന് സോറി മോനെ. അവൻ കാണിച്ച ഈ പോക്കിരിത്തരത്തിന് ഒരു ചെറിയ പണി നമുക്ക് പിന്നെ കൊടുക്കാം. അതിന് നിന്നോടൊപ്പം ഞാനുണ്ടാകും എന്തിനും. എന്നിട്ട് അടുത്ത കോൺസ്റ്റബിളിന്റെ അടുത്ത് പറയും, ഇവൻ എന്റെ കൂട്ടുകാരന്റെ മകനാണ്, അതുകൊണ്ട് പോലീസ് ജീപ്പ് തന്നെ വേണം ഇവനെ വീട്ടിൽ കൊണ്ടുചെന്നാക്കാൻ, ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടുന്ന് പറഞ്ഞയക്കുന്നത്. ബോസ് വിഷ്ണുവിന്റെ പരാതിയൊന്നും സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ അവരവിടുന്ന് പറഞ്ഞയക്കാണ്. ബോസ് പറയും, കണ്ടില്ലേ വാദി പ്രതിയായത് നീ കണ്ടല്ലോ? ബോസ് പറയും, നീ എവിടം വരെ പോകുന്നറിയാൻ വേണ്ടി നോക്കി നിന്നതാടാ ഞാൻ. പോലീസിന്റെ ചുമതലകളൊക്കെ നീ ഇപ്പൊ പറഞ്ഞല്ലോ. ശരിക്കും പോലീസിന്റെ അധ്യായത്തില് ആദ്യം വരുന്നത് എന്താണെന്ന് അറിയും. പക്ഷാഭേദം ഇല്ലാതെ നിയമം നടപ്പിലാക്കുക. അതാണ് ഇപ്പൊ ഇവിടെ നടന്നത്. സ്വന്തം ജോലി കൃത്യമായി ചെയ്യാതെ അതിന്റെ നിയമവശങ്ങളെ കുറിച്ച് അറിയാതെ മാസാമാസം ശമ്പളവും കിമ്പളവും വാങ്ങിച്ച് കേരള പോലീസിനും കേരള സർക്കാരിനും നാണക്കേടുണ്ടാക്കുന്ന താനും രാത്രി തല മൂടിക്കെട്ടി വ്യഭിചരിക്കാൻ പോകുന്ന പക്കൽ മാന്യന്മാരും തമ്മിൽ എന്താടാ വ്യത്യാസം? അതില് ബോസ് ഡാ പന്ന മോനെ എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ ഷർട്ടിൽ കയറി പിടിക്കുമ്പോ കൈ എടുക്കട്ടെ ചന്ദ്രബോസെ എന്ന് പറഞ്ഞ് വിഷ്ണു കൈ തട്ടി മാറ്റാണ്. എന്റെ ഭാര്യയെ കുത്തിയ കേസിലും എന്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ച കേസിലും എല്ലാത്തിലും നിന്റെ കയ്യൊപ്പുണ്ടെന്ന് എനിക്കറിയാം. എല്ലാം കൂടെ ചേർത്ത് കളക്ടറുടെ സഹായത്തോടെ മുകളിലേക്ക് അങ്ങ് കയറ്റട്ടെ തന്റെ ഈ തൊപ്പിയെ. എന്നേക്കുമായിട്ട് ഷോക്കേഴ്സിൽ അങ്ങ് ഇരിക്കും. വേണോ വേണ്ടയോ ഇപ്പൊ തീരുമാനിക്കണം. ബോസ് ചെറുതായിട്ട് പേടിക്കുന്നുണ്ട്. നസീറിനെ ഇപ്പൊ രക്ഷിച്ചു, പക്ഷെ ഇതെല്ലാം ചെയ്തത് ആ പന്ന അവനാണെന്ന് ഞാൻ അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കും, അസിസ്റ്റന്റ് കമ്മീഷണറുടെ അടുത്ത് വെച്ച് തന്നെ. എന്നാ വരട്ടെ ചന്ദ്രബോസ് സാറേ, വാടാ എന്ന് പറഞ്ഞ കമലനെയും വിളിച്ച് നല്ല സ്റ്റൈലായിട്ട് വിഷ്ണു അടുന്ന് പോവാണ്. ബോസ് ഇങ്ങനെ ദേഷ്യത്തോടു കൂടെ അവിടെ ഇരിക്കുകയാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് ബോസും ഉപേന്ദ്രനും സുസ്മിതയുടെ വീട്ടിലുണ്ട്. മദ്യപാനം തന്നെ.
ഉപേന്ദ്രൻ എന്താ സ്റ്റേറ്റ് പോലീസിലെ ബുദ്ധിരാക്ഷസൻ എന്നെ സ്വയം വിശേഷിപ്പിക്കുന്ന ചന്ദ്രബോസിനെ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം തരാൻ കഴിയുന്നില്ലേ? ഞാൻ ഇനി എന്ത് ചെയ്യണം? മാഡത്തിനാണെങ്കിൽ പറഞ്ഞുതരാം. അന്ന് രോഹിത്തിന്റെ പേരിൽ ഇതെല്ലാം എഴുതി വെച്ചിട്ട് കള്ളച്ചാരായം വിറ്റ് കോടികൾ ഉണ്ടാക്കാന്ന് പറഞ്ഞ മറ്റൊരു ബുദ്ധികേന്ദ്രം. എനിക്കുള്ള മറുപടി അവിടെ നിന്ന് കിട്ടിയാലും മതി എന്ന് സുസ്മിതയോട് പറയാം. വീണ്ടും അവരോട് രണ്ടുപേരോടുമായി മാറി മാറി ചോദിക്കും, ഞാൻ ഇനി എന്ത് ചെയ്യണം? കിട്ടാനുള്ള കോടികളുടെ കണക്കൊന്നും എനിക്ക് വേണ്ട, പകരം ഞാൻ മുടക്കിയ കോടികൾ എനിക്ക് കിട്ടിയാൽ മതി. അതും വാങ്ങിച്ച് എനിക്ക് മലേഷ്യയിലേക്ക് തിരികെ പോവാനാ. ബോസ് പറയും, എടോ താൻ ഒരുമാതിരി കൂട്ടിലടിച്ച വെരുകിനെ പോലെ കിടന്ന് പിടയ്ക്കാതെ. കാര്യം നമ്മളിന്ന് ഒരബദ്ധം സംഭവിച്ചു. ചൊൽപ്പടിക്ക് നിൽക്കുന്ന കരുതിയവൻ പുറത്തു ചാടി. അവനെ മെരുക്കാൻ നോക്കിയിട്ട് ഇപ്പൊ നടക്കുന്നുമില്ല. പക്ഷെ അവൻ എത്രത്തോളം പോകുന്നൊന്നും നോക്കട്ടെ, എന്നിട്ട് നമുക്കൊരു കൂച്ചുവിലം ഇടാം. ഉപേന്ദ്രൻ പറയും, നിങ്ങൾ ഇതൊക്കെ റെഡിയായി വരുമ്പോഴേക്കും അവൻ ഇത് വിറ്റ് കാശാക്കിയിട്ടുണ്ടാവും. അവൻ എന്ത് നോക്കാനാ, മുതൽ എന്റേതല്ലേ? സുസ്മിത പറയും, ഹേ അതിനെന്തായാലും സാധ്യതയില്ല. ആ വീട്ടിൽ ഉള്ള എല്ലാവർക്കും ഉള്ളതുപോലെ അവനും ഉണ്ട് ആ വീടിനോട് ഒരു അറ്റാച്ച്മെന്റ്. അതുകൊണ്ട് ആ ഒരു സാഹസത്തിന് അവൻ എന്തായാലും നിൽക്കാൻ സാധ്യതയില്ല. ബോസ് പറയും, നമ്മൾ വളർത്തി നേരെ നിർത്തിയ പയ്യനല്ലേ, പല രീതിയിലും പറഞ്ഞു നോക്കാം. പണി നടന്നില്ലെങ്കിൽ ചെറിയൊരു പണി നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. ഉപേന്ദ്രൻ പറയും, കരയില് പിടിച്ചിട്ട പരൽമീനിന്റെ അവസ്ഥ എനിക്കിപ്പോ കിടന്ന് പിടയ്ക്കാന്നല്ലാതെ ഒരു ഭാഗത്തുനിന്നും ഒരാളിൽ നിന്നും ഒരു ആശ്വാസവാക്ക് ആരിൽ നിന്നും കിട്ടുന്നില്ല. ഒന്നും നടന്നില്ലെങ്കിലേ ഞാൻ അവനെ അങ്ങ് കൊല്ലും. ഹോ ഒന്ന് വിഡിത്തരം പറയാതിരിക്കടോ എന്ന് ബോസ് പറയും. കൊന്ന ആ സ്വത്തെല്ലാം അവന്റെ ഭാര്യയുടെ പേരിലേക്ക് മാറിപ്പോകത്തില്ലേ? അവനെ കൊണ്ട് തന്നെ തിരിച്ചെഴുതി രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണം. ഉപേന്ദ്രൻ പറയും, അതിനത് അവൻ ചെയ്യോ? സുസ്മിത പറയും, സമ്മതിപ്പിക്കണം, അല്ലെങ്കിൽ അതിനുള്ള വഴി കാണണം. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാഘവേട്ടൻ ഭാമ അറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കണേ. എന്നിട്ട് റോഡിലൂടെ ഇങ്ങനെ നടന്നു പോവാ. ഈ സമയം ആ റോട്ടിൽ നിന്ന് എന്ത് ചെയ്യണമെന്ന് രാഘവേട്ടനെ അറിയുന്നില്ല. വണ്ടി വരുന്നതൊന്നും നോക്കാതെ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോ ഒരു വണ്ടി ഇടിക്കാൻ തുടങ്ങാണേ. അതില് അയാളുടെ കയ്യിൽ നിന്ന് നല്ല ചീത്ത കേൾക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലെ റൂം ബുക്ക് ചെയ്തിട്ട് വന്നതാണോ? ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അയാൾ അവിടുന്ന് പോവാണേ. രാഘവേട്ടനും പിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ചുറ്റിലും ഇങ്ങനെ നോക്കി നിൽക്കണേ. അപ്പോഴായിരിക്കും വേറൊരു ബൈക്കാരൻ ഇതുപോലെ വരുന്നത്. ചേട്ടൻ എങ്ങോട്ടാ പോണ്ടത്? ചേട്ടൻ വണ്ടി കയറാൻ നിൽക്കണതോ വണ്ടി ചേട്ടന്റെ മേത്ത് കയറാൻ നിൽക്കണോ? അതെനിക്ക് എങ്ങോട്ടാ പോണ്ടത്? അയാൾ വീണ്ടും ചോദിക്കും, എങ്ങോട്ടാ പോണ്ടതെന്ന്. രാഘവേട്ടനത് പറയാൻ പറ്റാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുമ്പോ അയാൾ പറയും, ഓഹോ റിലേ പോയ ആളാണല്ലേ. ചേട്ടൻ ഈ റോഡിന്റെ സൈഡിലേക്ക് മാറി നിന്നേ. ഒരുമാതിരി മാരണങ്ങൾ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായി നിന്നോളും. അപ്പോഴും രാഘവേട്ടന് സങ്കടം വരുന്നുണ്ടെങ്കിലും എന്ത് പറയണമെന്നറിയാതെ നിൽക്കണേ. അപ്പോഴായിരിക്കും അങ്ങോട്ട് ഒരു ഓട്ടോയില് രോഹിത് വരുന്നത്. അച്ഛനാണല്ലോ. ആ ഓട്ടോക്കാരനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ രോഹിത് രാഘവേട്ടന്റെ അടുത്തേക്ക് ചെല്ലും. അച്ഛാ, അച്ഛൻ എന്താ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? അതന്നെ ഞാനും ആലോചിക്കുന്നത് എന്ന് പറഞ്ഞിട്ടും രോഹിത്തിനെ മനസ്സിലാവാത്ത പോലെ നോക്കണേ. രോഹിത് പറയും, അച്ഛനങ്ങ് വന്നേ എന്ന് പറഞ്ഞ് കൂട്ടി പിടിക്കും. നീ എന്താ ഇവിടെ എന്ന് രോഹിത്തിനോട് ചോദിക്കും. ഇതേതാ സ്ഥലം? രോഹിത് പറയും, അതൊക്കെ പറയാം, അച്ഛൻ വന്നേ, അച്ഛനങ്ങ് വന്നേ എന്ന് പറഞ്ഞ അച്ഛനെ വിളിക്കുമ്പോ രാഘവേട്ടൻ ഒന്നും അറിയാതെ ഇങ്ങനെ നിൽക്കണേ. ചേട്ടാ സോറി ട്ടോ എന്ന് രോഹിത് അയാളോട് പറയുമ്പോ അയാൾ പറയും, അച്ഛന് നല്ല വട്ടാണല്ലേ, അച്ഛനെ വല്ല ഹോസ്പിറ്റലും കൊണ്ടുപോയി ഇടടോ. അത് കേൾക്കുമ്പോ രോഹിത്തിന് ദേഷ്യം വരും. ഹോസ്പിറ്റലിൽ നിന്റെ എന്നിങ്ങനെ പറഞ്ഞ് ദേഷ്യം തുടങ്ങുമ്പോഴേക്കും അച്ഛനും കൊള്ളാം മോനും കൊള്ളാം എന്ന് പറഞ്ഞ അയാൾ അവിടുന്ന് പോകും. അച്ഛൻ വാ എന്ന് പറഞ്ഞ് രോഹിത് രാഘവേട്ടനെ കൊണ്ടുപോവാണേ. മോനെ എനിക്ക് എങ്ങോട്ടാ പോണ്ടേന്ന് രോഹിത് അപ്പോഴും പറയും. അച്ഛൻ വന്നേ എന്ന് പറഞ്ഞ് ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോവാണ്. അവിടുന്ന് പോകേണ്ട വഴി ഞാൻ പറഞ്ഞു തരാന്ന് ഓട്ടോക്കാരനോട് പറയുന്നുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് നൂർജഹാൻ പാപ്പച്ചിയോട് ഇങ്ങനെ സംസാരിക്കണേ. സുബൈർക്ക് ഇപ്പൊ സംസാരിക്കുന്നൊന്നുമില്ല, ബോധമുണ്ടെന്ന് മാത്രം എല്ലാം അറിയുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞ കോമ സ്റ്റേജിലെ അങ്ങനെ ഓരോരോ കാര്യം പറഞ്ഞ് സങ്കടത്തോടെ കരയുമ്പോ അങ്ങോട്ട് അനൂപ് വരികയാണ്. അത് കേട്ടുകൊണ്ട്, അനൂപ് എപ്പോ വന്നു? വന്നതേ ഉള്ളൂ. ബാബച്ചി നമുക്ക് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയാലോ? അവിടെ ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെന്റ് നടത്തിയാൽ ഈ സ്റ്റേജ് മാറ്റിയെടുക്കാൻ പറ്റുന്ന തന്നെ എന്റെ വിശ്വാസം. അനൂപിനറിയോ, ഒരു നേരമെങ്കിലും വിശ്രമം വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ബാപ്പച്ചിയെ ഞാൻ കണ്ടിട്ടില്ല. അനുഭവിക്കും, എന്റെ ബാപ്പച്ചിയെ ഈ നിലയിലാക്കിയവൻ അനുഭവിക്കും. അത് കേൾക്കുമ്പോ അനൂപ് ഞെട്ടും. താൻ എന്തൊക്കെയാ പറയണേ? എല്ലാം ശരിയാവും. ഇപ്പൊ തന്നെ ദുഃഖങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ ഞാനില്ലേ. നമുക്ക് ബാപ്പച്ചിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാം. ഞാനുണ്ട് തന്റെ കൂടെ. ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോകാം നമുക്ക്. അപ്പോഴേക്കും ഇക്കാക്ക എന്ന് വിളിച്ച് കരച്ചിലോടെ നസീറിന്റെ ഉമ്മ അങ്ങോട്ട് വരികയാണ്. എന്താ ഉണ്ടായത്? എങ്ങനെയാ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും ഷോ കാണിക്കലും. നൂറ് അനൂപിനെ നോക്കുമ്പോ അനൂപ് ഇങ്ങനെ പോവാന്ന് തലയാട്ടി അവിടുന്ന് ഇറങ്ങും. പറയക്ക എങ്ങനെ ഉണ്ടായത് എന്നിങ്ങനെ നസീറിന്റെ ഉമ്മ ഇങ്ങനെ ചോദിച്ച് കരഞ്ഞോണ്ടിരിക്കണേ. നൂറിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അനൂപ് അവിടുന്ന് ഇറങ്ങുമ്പോഴായിരിക്കും നസീർ അങ്ങോട്ട് വരുന്നത്. നീ എന്താടാ ഇവിടെ? അതിന് മറുപടി പറയാൻ നിൽക്കാതെ അനൂപ് അവിടുന്ന് പോകും. നസീർ ഇങ്ങനെ നോക്കും. ശേഷം ഐസിയുലേക്ക് കയറി പോവാണേ. നസീറിനെ കാണുന്നതും നൂർജഹാന്റെ മുഖത്ത് ഭയങ്കര ഒരു പെട്ടെന്നൊരു ഞെട്ടലും എന്നാൽ അതിനിരട്ടിയായി ദേഷ്യവും വരികയാണ്. ബാപ്പച്ചി ആരും ഉപദ്രവിച്ചതല്ലോ, ബാപ്പച്ചി കുളിമറിയിൽ വീണതല്ലേ, കുളിമറിയിൽ കാല് തെറ്റി വീണു, അങ്ങനെയാണല്ലോ മുറിവുണ്ടായത് അല്ലെ നസീർക്ക? നസീർ ഇങ്ങനെ അത് കേൾക്കുമ്പോ നൂർജഹാനെ ദേഷ്യത്തിൽ നോക്കുകയാണേ. നസീറിന്റെ ഉമ്മ പറയും, ഇവൻ പറഞ്ഞു ഇരുട്ടത്ത് ആരും ഉപദ്രവിച്ചതാണെന്ന്, അതാ ഞാൻ ചോദിച്ചത്.
അതാരാണെന്ന് എനിക്കെങ്ങനെ അറിയാനാ? നസീർക്കയോട് തന്നെ ചോദിക്കാൻ പാടില്ലായിരുന്നോ? എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാവുമ്പോ ആ വന്ന ആളെ അറിയാൻ പറ്റുമല്ലോ. നസീർ പറയും, അതെ കൂടുതൽ ഡയലോഗൊന്നും വേണ്ട, കിടക്കണ കണ്ടല്ലോ, ഇനി നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. പറയുന്നത് കേട്ട് അനുസരണയോടെ നടന്നാൽ നിനക്ക് കൊള്ളാം. പിന്നെ ഇരുട്ടിൽ പതുങ്ങിയിരിക്കുന്നവർ അവരാരാണെന്ന് ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ട്. അത് ഉറപ്പുവരുത്തണമെങ്കിൽ 1-2 കാര്യങ്ങൾ കൂടെ അറിയാനുണ്ട്. അതിന് ഞാൻ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കും. ഈ സമയത്ത് നസീറിന്റെ ഉമ്മയ്ക്ക് ഒന്നും കാര്യമായിട്ട് അറിയില്ലെന്ന് തോന്നണോ. നൂർജഹാനെയും നസീറിനെ ഇങ്ങനെ മാറി മാറി നോക്കും. നൂർജഹാന്റെ മുഖത്ത് നല്ല ദേഷ്യമുള്ളത്. അങ്ങനെ അതും പറഞ്ഞ് നസീർ അവിടുന്ന് പോവാ. നസീറിന്റെ ഉമ്മ പറയും, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നീ പഠിച്ചില്ലല്ലേ? അവനോട് കുറച്ച് മയത്തിൽ സംസാരിക്കേ, അവനേ ഉള്ളൂ ഇനി നിന്റെ കാര്യങ്ങൾ നോക്കാൻ. എല്ലാത്തിനും കാരണം മാമിയുടെ ഈ മകന്റെ നോട്ടം തന്നെയാണ്. നസീറിന്റെ ഉമ്മ പറയും, എങ്ങനെയൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കുക? അറിയാലോ നസീറിനാണെങ്കിൽ മൂക്കത്താ കോപം. അപ്പൊ അവനോട് ഇത്തിരി നയത്തിലും തഞ്ചത്തിലും നിൽക്കണ്ടേ? ഇക്കക്കിനെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇവളെന്റെ മോളെ പോലെയല്ലേ കണ്ടത്. ഇനി ഞാൻ ഒന്നും പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് തന്നെ സുബൈർക്കയുടെ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുക്കും. ശേഷം പിന്നീട് നസീർ പുറത്തിറങ്ങുമ്പോ അനൂപ് ഇപ്പൊ അവിടെയുണ്ട്. നീ ഇതുവരെ പോയില്ലേ? അനൂപ് പറയും, ഞാൻ പോണോ വേണ്ടയോ അതൊക്കെ ഞാൻ നിങ്ങളോട് പറയണോ? നസീർ അറിയോ, അപ്പം മൊടയാണ്, കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ നീയെ. അനൂപ് പറയും, സുഹൃത്തെ തന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു സംസാരത്തിന്റെ ആവശ്യം പോലും ഇല്ല. എന്നെ വെറുതെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോ, ഡാ നീ ഒരു ഒറ്റൊരുത്തന ഞങ്ങളുടെ കുടുംബം തകരാൻ കാരണം. നീ കാരണം എന്റെ മാമ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. നൂർജഹാൻ എന്നിൽ നിന്ന് അകലാൻ കാരണം നീ ഒരു ഒറ്റൊരുത്തന എന്ന് പറഞ്ഞ് അനൂപിന്റെ കൈ പിടിച്ചു വെക്കും. അനൂപ് കൈ മാറ്റിയിട്ട് പറയും, നൂറ് നല്ല കുട്ടിയാ, അവൾ നിന്റെ അടുത്ത് നിന്ന് അകന്നു നിൽക്കുന്നു നീ പറയുന്നു. പക്ഷെ അവൾ എപ്പോഴെങ്കിലും നിന്നോട് അടുത്തിട്ടുണ്ടെന്ന് നീ തിരക്കിയിട്ടുണ്ടോ? ഡാ എന്ന് പറഞ്ഞ് നസീറെ അനൂപിന്റെ കോളറിൽ പിടിക്കും. എന്റെ പെണ്ണിന്റെ മനസ്സ് നിന്റെ കയ്യിലാണോ ഇരിക്കുന്നത്? അനൂപ് പറയും, അതെ ഇത് ഹോസ്പിറ്റലാ. നിന്നെ പോലെ വിവരക്കേട് കാണിക്കാൻ ഞാൻ വിഡ്ഢിയല്ല, അതുകൊണ്ട് മാത്രം ഞാൻ തിരിച്ചങ്ങനെ പെരുമാറുന്നില്ല. ഇവിടെ ഒരു സീൻ ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുന്ന അനൂപിനെ, ഡാ നിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയടാ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചു നിർത്തും. അനൂപ് ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.